നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടറെ ബസ്സിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം. കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടം എന്നിവയാണ് സ്പോട്ട് ലൈവ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് മൊബൈലിൽ ചിത്രീകരിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലേക്കാണ്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാലിന്യം തള്ളിയ വാഹനം യുവാക്കളെ പിന്തുടരുകയും ESI ജംഗ്ഷന് സമീപം ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. 2 യുവാക്കൾക്കും ഗുരുതരമായി പരുക്കേറ്റു. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെയാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടത്. അത് കണ്ട് നമ്മൾ പുറകിൽ നിന്ന് ഫോണിൽ വീഡിയോ എടുത്ത് നോക്കിയാലും പുറകിൽ നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കുന്നതുകൊണ്ട് മുന്നോട്ട് കയറിയപ്പോഴാണ് ലോറിക്കാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ അവർ നമ്മളെ പിന്തുടർന്ന് അപകടം. ആദ്യം ഇവര് വാഹനം നിങ്ങളുടെ അരികിലേക്ക് ചേർക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോഴും ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ? അവരുടെ കയ്യിൽ ലിവർ പോലത്തുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് തോന്നിയപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് വണ്ടി വിട്ടുപോയി. ആദ്യം അലിഗലൂർ ജംഗ്ഷനിൽ വെച്ച് വാഹനം ചേർത്ത് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ വാഹനം എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അല്ലെ? പിന്നീട് പിന്തുടരുകയായിരുന്നു? അതെ. പിന്നീട് അവന്മാര് ഭാരത് പെട്രോളിയം വരെ നമ്മുടെ പുറകെ ചേസ് ചെയ്ത് വന്നിട്ടാണ് ഇടിച്ചിടുന്നത്. ദേശീയപാതയുടെ നടുക്കാണ് വീണത്? അതെ, ഞാൻ നടുക്കോട്ടാണ്, ഇവൻ ഇടത്തോട്ടാണ് വീണത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ നിയമവിരുദ്ധമായിട്ടാണ് ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത്. പിന്നീട് അത് ചോദ്യം ചെയ്താൽ നാട്ടുകാരെ ആക്രമിക്കുന്ന, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാമോ? എന്താണ് അവിടെ സംഭവിച്ചത് ശരണ്യ? ടോമെ, ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ചെറുപ്പക്കാരായ 2 യുവാക്കൾ തങ്ങളുടെ വീടിന് സമീപം, അതായത് പാതിരപ്പള്ളി റേഡിയോ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ടാങ്കർ ലോറിയിൽ അടിക്കുന്ന ഇത് ഇവർ കണ്ടു. ഇവർ രാവിലെ 5:40 റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട യുവാക്കളാണ്. ഇവർ ഇതിവിടെ വെച്ച് കാണുകയും പിന്നീട് ഇവർ ബാക്കിൽ നിന്ന് ഈ വണ്ടിയുടെ വിഷ്വൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് മൂടിയ നിലയിലായിരുന്നു. തുടർന്ന് ഇരുചക്ര വാഹനം ഫ്രണ്ടിൽ നിന്നും വാഹനം നിർത്തുക പോലും ചെയ്തിട്ടില്ല. അവർക്ക് ആ വിഷ്വൽ കിട്ടിയിട്ടുമില്ല. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വശത്ത് ഈ നമ്പർ പ്ലേറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈ ബീമിലാണ് ഈ വണ്ടി ലൈറ്റ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൃശ്യം കിട്ടിയില്ല. പിന്നീട് ഇവർ പകർത്തിയ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അവരോട് നിക്കള അവിടെ എന്ന് പറഞ്ഞ് ഇവരോട് ആക്രോശിക്കുന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കാം. അതിനുശേഷം ഇവർ 2 പേരും, ഒരാൾ 23-കാരനും 27-കാരനുമാണ്, അജിത്തും സോജുവും. ഇവർ 2 പേരും ആ വാഹനം എടുത്തുകൊണ്ട് ഇവരുടെ ഇരുചക്ര വാഹനവുമായി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവർ വലിയകലൂർ അമ്പലത്തിന്റെ സൈഡിൽ വെച്ച് ഇവരുടെ വണ്ടിക്ക് വട്ടമിട്ട് വണ്ടി നിർത്താനായി, ടാങ്കർ ലോറി വട്ടമിട്ട് നിർത്താനായി ശ്രമിച്ചു. അവിടെ വണ്ടി നിർത്തി ഇവരെ കയ്യിൽ, ചെറുപ്പക്കാർ നമ്മളോട് പറഞ്ഞത് കയ്യിലെ വാഹനത്തിന്റെ ലോറിയുടെ ലിവർ അടക്കമുള്ള സാധനങ്ങൾ, അത്രയും ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ച് ഇവർ താഴത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതോടുകൂടി ഇവർക്ക് പ്രശ്നം മനസ്സിലായി, അപകടം മനസ്സിലായതോടുകൂടി ഇവർ വീണ്ടും വാഹനം വെട്ടിച്ചെടുത്ത് ഇരുചക്ര വാഹനവുമായി ഇവർ ഫ്രണ്ടിലേക്ക് പോവുകയായിരുന്നു. ഈ വാഹനം ഏകദേശം 1.5 കിലോമീറ്ററോളം ഇവരെ പിന്തുടർന്ന് പിന്നീട് ESI ജംഗ്ഷനിലെത്തി. അവിടെ വെച്ച് ESI ജംഗ്ഷൻ അടുത്ത് പെട്രോൾ പമ്പിന്റെ മുന്നിൽ വെച്ച് ഈ 5:40 വാഹനം കൊണ്ടുവന്ന് വലതുവശം ചേർത്ത് ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ചെറുപ്പക്കാരും വീണത് ദേശീയപാതയുടെ നടുക്കേക്കാണ്. അജിത്ത് എന്ന് പറഞ്ഞ ആൾ അപ്പോൾ തന്നെ ബോധരഹിതനായി റോഡിലേക്ക് വീഴുകയും സോജു റോഡിന് നടുക്ക് വീണ്, സോജുവിന് ആ സമയത്ത് ബോധമുണ്ടായിരുന്നു. ഇവരുടെ ശരീരം മുഴുവൻ ഒരഞ്ഞു പോയ, അത്രയും തൊലി പോയ രീതിയിലാണ് ഈ 2 ചെറുപ്പക്കാരെയും നമ്മളിന്ന് കാണുന്ന. ആശുപത്രിയിൽ നിന്നതിന് ശേഷം അവർ ഇന്ന് വന്നതാണ്. ഒപ്പം ഇവര് ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് പോലീസ് കേസെടുത്തു. വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പൂച്ചക്കൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ക്രിമിനൽ സെറ്റാണ് ഈ ഇത്തരത്തിൽ എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന്, നഗരപ്രദേശങ്ങളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമൊക്കെയുള്ള സംഭരിക്കുന്ന മാലിന്യം അനധികൃതമായി ഇത്തരത്തിൽ ദേശീയപാതയോരത്ത് തള്ളുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവർ റോഡിന് നടുക്ക് വീഴുമ്പോൾ പുലർച്ചെയാണ്, ആ ദൃശ്യങ്ങൾ തന്നെ ഇരുട്ടാണ്. ഇവർ വീഴുന്ന സമയത്ത് ഇവരെ
പുറകിൽ നിന്ന് വന്ന ചില വാഹനങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഇവർ വാഹനം നിർത്തി ഇറങ്ങി പുറത്തേക്ക് വരികയും ഈ ചെറുപ്പക്കാരെ രക്ഷിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ ആ പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവരെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാതയിലേക്ക് വീണ ഈ ചെറുപ്പക്കാർക്ക് തീർച്ചയായും ഗുരുതരമായ പ്രശ്നം സംഭവിച്ചതിനെ. തലനാരിഴയ്ക്കാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ, അല്ലെങ്കിൽ ആ വന്ന ആളുകൾ രക്ഷപ്പെടുത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത് വലിയ സംഭവമാണ്. കാരണം ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് വാഹനത്തിൽ പിന്തുടർന്ന വാഹനം ഇടിച്ച് ഭീതിയിലാഴ്ത്തി രണ്ട് ചെറുപ്പക്കാരെ ദേശീയപാതയിലേക്ക് ഇടിച്ചു വീഴ്ത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൌരവത്തോടെയാണ് ഈ വിഷയം നോക്കിക്കാണുന്നത്. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കം കൃത്യമായ ഒരു അന്വേഷണത്തിന് നോർത്ത് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോർത്ത് പോലീസ് അത് വളരെ ഗൌരവത്തോടു കൂടി എടുത്തു തന്നെ മറ്റ് വിശദാംശങ്ങൾ ഇതിനകത്ത് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തിനകത്ത് വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കേട്ടോ. തീർച്ചയായും ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ശരണി സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും മാഫിയ സംഘങ്ങളാണോ ഇതേ രീതിയിൽ ഈ കക്കൂസ് മാലിന്യം തള്ളാൻ കൊണ്ടുപോകുന്നത്, പിന്നീട് അതിനെ ചോദ്യം ചെയ്താൽ കൊലപ്പെടുത്തുക, വാഹനമിടിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ക്രിമിനൽ സംഘങ്ങളുടെ രീതിയാണ്? ടോം, അങ്ങനെ തന്നെയാണ്. അതായത് ചേർത്തലയും പൂച്ചക്കലും അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് ഈ ടാങ്കർ ലോറിയിൽ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യവുമായി എത്തുന്നത് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇത് ആദ്യഘട്ടത്തിൽ ആലപ്പുഴ AC റോഡ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവര് ഇത്തരത്തിൽ അനധികൃതമായി കൊണ്ട് മാലിന്യം തള്ളുന്നത്. AC റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അവിടെ കൂടുതലായ ആളുകൾ രാത്രികാലങ്ങളടക്കം ചെലവിടാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ആ പ്രദേശം വിട്ടത്. ഇപ്പൊ നമുക്കറിയാം, ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രദേശത്ത് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് പോലും വലിയ ഭീഷണിയാണ് ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഇതിന് സമാനമായ രീതിയിൽ 2 മാസം മുമ്പ് ആലപ്പുഴ പൂങ്കാവ് നാരങ്ങപ്പള്ളിയുടെ സമീപത്തും ഇതുപോലെ തന്നെ ദേശീയപാതയോരത്തെ വീടുകളുടെ മുന്നിലായി ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം നിരന്തരം തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ആളുകൾ നമ്മളെ പുലർച്ചെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് വിളിക്കുന്നത്. ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അടുത്തൊക്കെയാണ് ഇവര് ഇത് തള്ളിയിട്ട് ആ സെക്കൻഡിൽ തന്നെ ഇവർ പോകുന്നുണ്ട്. മാത്രമല്ല, ആർക്കും ദൃശ്യങ്ങൾ എടുക്കാൻ പോലും അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. കാരണം വളരെ ക്ലീൻ ആയി ഇവർ വാച്ച് ചെയ്യുകയും ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരുതിയാണ് ഇവർ ഒരു കൊട്ടേഷൻ ഗുണ്ട സെറ്റാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് ആ സമാനമായ സാഹചര്യം, ആളുകൾ പറയുന്ന വസ്തുത 100% ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രണ്ട് ചെറുപ്പക്കാർ, ഒരാൾ IT-യിൽ ജോലി ചെയ്യുന്ന എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളും മറ്റൊരാൾ കായംകുളത്ത് ജോലി ചെയ്യുന്ന ആളുമാണ്. ഈ കായംകുളത്തുള്ള എറണാകുളത്ത് പോകുന്ന ആളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയ ശേഷമാണ് ഈ ഇടിയേറ്റ് വീണ 2 പിള്ളേരും കസിൻസ് ആണ്. ഇവര് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കിയിട്ടാണ് മറ്റേയാൾ കായംകുളത്തേക്ക് പോകുന്നത്. വീക്കെൻഡിൽ വന്നതിന് ശേഷം തിങ്കളാഴ്ച മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പ് പോകുമ്പോഴാണ് ഇവർ വീടിന്റെ മുൻഭാഗത്തായി ദേശീയപാതയോരത്ത്, ഇവരുടെ വീട് ദേശീയപാതയോരത്താണ്, ഇത് അടിക്കുന്നതായി കണ്ടത്. തുടർന്നാണ് ഇവരെ എടുക്കാൻ നോക്കിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്നോ ഒന്നുമല്ല ഇവർ ദൃശ്യം എടുക്കാൻ ശ്രമിച്ച, വണ്ടിയിൽ പാസ് ചെയ്യുന്ന വഴിക്ക് എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അതുപോലും അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്തുടർന്ന് ആക്രമിച്ചു എന്നുള്ളത് തികച്ചും ഗൌരവകരമായ കാര്യം തന്നെയാണ്. പിന്തുടർന്ന് ആക്രമിച്ചു. ആദ്യഘട്ടത്തിൽ വാഹനം വട്ടം വെച്ച് അവരെ നിർത്തി ഇറങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായതോടുകൂടി ഈ കുട്ടികൾ ഇവർ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിലാണ് ലൈറ്റിന്റെ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ ലൈറ്റ് അടക്കം ഓഫ് ചെയ്ത് വന്ന് പുറകിൽ നിന്ന് വന്ന് ഇവരെ പൂങ്കാവ് ഭാഗത്ത് ഇടിച്ചു വീഴ്ത്തിയിട്ടുള്ളത്. ഈ സംഭവം, ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ 100% വസ്തുതയുള്ളതാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ടോം, തീർച്ചയായും. പക്ഷേ അത്തരമൊരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഈ കക്കൂസ് മാലിന്യങ്ങൾ, ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് തള്ളുന്നു, നിയമവിരുദ്ധമായി തള്ളുന്നു. എന്തുകൊണ്ടാണ്? ശരണി തന്നെ നേരത്തെ സൂചിപ്പിച്ചു, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, ഇവരെ ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസോ പ്രാദേശിക ഭരണകൂടമോ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്? ശരണ്യ,
ടോം, ഇത് ഔദ്യോഗികമായ ഒരു പരാതി പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ ആദ്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് മറ്റാളുകൾ ഇനി പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പലരും CCTV അടക്കമുള്ള കാര്യങ്ങൾ ഇവർ നോക്കിയിട്ടാണ് ഇവർ കൊണ്ട് വിഷ്വൽ ഇത് ഇടുന്നത് എന്നുള്ളതാണ്, ഈ മാലിന്യം തള്ളുന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ആളുകൾ നമ്മൾ പലപ്പോഴും ടോമെ പുലർച്ചെ വിളിച്ചു പറയാറുണ്ട്, ഇത്തരത്തിൽ അവിടെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്, നിങ്ങളൊന്ന് എത്തണമെന്ന്. പക്ഷെ നമ്മൾ എത്തുന്ന സമയം അല്ല, അതിനു മുമ്പ് തന്നെ അവരവിടെ നിന്ന് കടന്നു കളയും. അത്രയും സമയം മാത്രമാണ്, വളരെ പെട്ടെന്നാണ് ഇത് കൊണ്ടുവന്ന് തുറന്നു വിട്ടിട്ട് പോകുന്നത്. തുടർന്ന് ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്, കാരണം ഇവർ പാസ് ചെയ്യുമ്പോൾ ആ വിഷ്വൽ നമ്മൾ കണ്ടു. ആ വിഷ്വലിൽ തന്നെ ഇവര് നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് ഇവരോട് അലർന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ അത്ര ഭീതിതമായ അന്തരീക്ഷത്തിലാണ്. സാധാരണ ജനം പ്രതികരിക്കാൻ പോയാൽ അവൻ കൈകാര്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം എല്ലാ കാലത്തും വിളിച്ചു പറയുന്ന ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ 2 ചെറുപ്പക്കാരെ നടു റോട്ടിൽ ഇടിച്ചു വീഴ്ത്തി, ദേശീയപാതയിൽ ലോറി കൊണ്ടുവന്ന് ഇടിച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. എന്തായാലും ആ ഇടിയിൽ അവർക്ക് എന്തും സംഭവിക്കാമായിരുന്നു. 2 ചെറുപ്പക്കാർക്കും അജിത്തിനാണെങ്കിലും സോജുവിനാണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. ദേശീയപാതയിൽ ഇടിച്ചിടുമ്പോൾ സ്വാഭാവികമായും ആ വീഴ്ചയിൽ സംഭവിക്കാം. വാഹനം വന്ന് പുറകിൽ നിന്ന് വാഹനം ദേശീയപാതയ്ക്ക് നടുക്കേക്ക് വീഴുന്ന ഒരാളുടെ അവസ്ഥ അറിയാലോ. അപ്പോൾ മരണപ്പെട്ടാലടക്കം ഇവർക്ക് അത് ബാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ തന്നെ കണക്കിലെടുക്കാം. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് പോലീസും ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ ഗൗരവകരമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ആലപ്പുഴയിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത് അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ പോലീസും ഭരണകൂടവും ശക്തമായ നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ചും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ശരണ്യ സൂചിപ്പിക്കുന്നത്. സമാനമായ രീതിയിൽ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നു. യാതൊരു നടപടിയും അവർക്ക് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ്, അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് യുവാക്കൾ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്.